രചന അവതരണം സുഗി സുരേഷ്. ഈ ഒരു സ്റ്റോറിയുടെ 1-2 ഭാഗങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിലേക്ക് പോകുമ്പോൾ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയോ അങ്ങനെ ചിന്തിച്ചു നിന്നു. എത്ര പെട്ടെന്നാണ് എൻ്റെ ലൈഫ് മാറിയത്. ആദ്യ വിവാഹമോചന സമയത്ത് പോലും ഇതുപോലെ ജീവിതം കിട്ടുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. എന്തിനും സപ്പോർട്ടായി നിൽക്കുന്ന ഒരു അമ്മായിയമ്മ, സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു കെട്ടിയവൻ, ഇതെല്ലാം ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഒരു ഭാഗ്യം തന്നെയാണ്. പെട്ടെന്ന് എൻ്റെ പിന്നിൽ ഉണ്ണിയേട്ടൻ വന്നു നിന്നു. കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ഉണ്ണിയേട്ടൻ്റെ മുഖം റൊമാൻസ് കൊണ്ട് നിറഞ്ഞിരുന്നു. എന്താ ഉദ്ദേശം? കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഏട്ടൻ പിന്നിൽ കൂടെ എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ ഒരു നിമിഷം ഉണ്ണിയേട്ടൻ്റെ കരങ്ങളിൽ സ്വയം ബന്ധിതയായി അങ്ങനെ നിന്നു. ആ സമയം എൻ്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കണ്ണാടിയിലൂടെ ഞങ്ങൾ പരസ്പരം കണ്ണുകൾ നോക്കി അങ്ങനെ നിന്നു. പെട്ടെന്ന് എൻ്റെ തോളിൽ ഉണ്ണിയേട്ടൻ താടി വെച്ചിട്ട് പറഞ്ഞു, എടോ, എനിക്ക് ദുബായിലേക്ക് ഒരു ഓഫീസ് ടൂർ ഉണ്ട്. 2 മാസത്തേക്കാണ്. കമ്പനിയുടെ ചില കാര്യങ്ങൾ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നാളെ എനിക്ക് ദുബായിലേക്ക് പോകണം. അത് കേട്ട നിമിഷം അത്രയും നേരം എൻ്റെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരി പെട്ടെന്ന് മാഞ്ഞു. എൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നിറകണ്ണുകളായി മാറി. ആദ്യമൊക്കെ വെറുപ്പ് തോന്നിയിരുന്ന മനുഷ്യനെ ഇപ്പോൾ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാതെയായി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞപ്പോൾ ഉണ്ണിയേട്ടൻ എൻ്റെ താടിയിലൊന്ന് പിടിച്ചിട്ട് പറഞ്ഞു, എടോ, താൻ ടെൻഷൻ ആവണ്ട. 2 മാസം എന്ന് പറയുന്ന 2 ദിവസം പോലെ അങ്ങ് പോകില്ലേ? ഉണ്ണിയേട്ടന്റെ കൈവിരൽ കൊണ്ട് എന്റെ കണ്ണുകൾ തുടയ്ക്കുമ്പോൾ എന്റെ മുഖം ഒരു ലാളിത്യം നിറഞ്ഞ ദേഷ്യത്തോടെ ഉണ്ണിയേട്ടൻ നോക്കുന്നുണ്ടായിരുന്നു. പോകാതെ ഇരിക്കാൻ പറ്റുമോ? എടോ, പറ്റുമെങ്കിൽ ഞാൻ നേരത്തെ നോക്കില്ലേ. ഇതെനിക്ക് കമ്പനി നോ പറയാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടല്ലേ. അത്രയേറെ സ്നേഹിക്കുന്ന ഒരാൾ കുറച്ച് ദിവസമെങ്കിലും നമ്മളെ വിട്ട് മാറി നിൽക്കുന്നു എന്നറിഞ്ഞാൽ അപ്പോൾ തോന്നുന്നൊരു വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ കണ്ണുകൾ പൂർണ്ണമായും തുടച്ച് ഉണ്ണിയേട്ടനോട് ചോദിച്ചു, കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കണ്ടേ? ഇനിയിപ്പോ സമയമില്ലല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് സാധനമൊന്നും വേണ്ട. എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ അത് വൈകിട്ട് നമുക്ക് ടൗണിൽ പോകുന്ന സമയത്ത് വാങ്ങിക്കാം. ഞാനതങ്ങനെ കേട്ടു നിന്നു. ഉണ്ണിയേട്ടാ, ഇന്ന് ഉണ്ണിയേട്ടൻ ഫുഡ് ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. വന്നു കയറിയൊരു ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഏട്ടൻ ഉണ്ടാക്കുന്ന കഴിക്കാനല്ലാതെ ഞാനൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ. ആഹാ, അതിന് തനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ അറിയോ? ഞാൻ ഉണ്ണിയേട്ടന്റെ മുഖത്തേക്കൊന്ന് തുറിച്ചു നോക്കി. കളിയാക്കിയതാണോ? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. തനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തു തരാം. എനിക്ക് നിങ്ങളുടെ ഹെൽപ്പൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കോളാം കേട്ടോ. അടുക്കളയിലെത്തി ഓരോന്നും ഞാൻ സെറ്റാക്കി വെച്ചു. ഉണ്ണിയേട്ടൻ്റെ അത്രയും ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ അറിയില്ല എങ്കിലും വായിക്ക് രുചിയായിട്ടുണ്ടാക്കാൻ എനിക്കും അറിയാം. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ആദ്യം ഉണ്ണിയേട്ടനെ പോയി വിളിച്ചുകൊണ്ട് വന്നു. ഒരു ഇഡ്ഡലി സാമ്പാറിൽ മുക്കി ഉണ്ണിയേട്ടൻ്റെ വായിൽ വെച്ചു കൊടുത്തു. അതെ, എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി കൊള്ളാം എന്ന് പറയണ്ട, ഇഷ്ടപ്പെട്ടാൽ മാത്രം കൊള്ളാമെന്ന് പറഞ്ഞാൽ മതി. എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഉണ്ണിയേട്ടൻ അത് വായിലേക്ക് വെച്ച് ചവയ്ക്കാൻ തുടങ്ങിയതും ഓടി വാഷ് ബേസിനിലേക്ക് പോയി. അവിടെ പോയി മുഴുവനും തുപ്പിക്കളഞ്ഞു. അയ്യോ, അത്രയ്ക്ക് മോശമാണ് എൻ്റെ ഫുഡ്. എന്താ ഉണ്ണിയേട്ടാ, ഫുഡ് ഇഷ്ടമായില്ലേ? ഉണ്ണിയേട്ടൻ എന്നെ നോക്കിയൊന്ന് പല്ല് കടിച്ചു പിടിച്ചു. ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിച്ചു. എന്തു പറ്റി ഉണ്ണിയേട്ടാ? പച്ചമുളകാണോ എടുത്ത് വായിലിട്ട് തരണേ? അയ്യോ സോറി, ഞാൻ കണ്ടില്ല. ഒരുപാട് എരിവുണ്ടോ? ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉണ്ണിയേട്ടന് കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് മുഴുവൻ കഴിച്ചു കഴിഞ്ഞ് ഏട്ടൻ മുറിയിലേക്ക് കയറിപ്പോയി. ഫുഡിന്റെ അഭിപ്രായം ഒന്നും പറഞ്ഞതുമില്ല. ഞാൻ മുറിയിലെത്തി. ഉണ്ണിയേട്ടാ, ഞാൻ കണ്ടില്ല, സോറി. കുഴപ്പമില്ല, അത് വിട്. എന്റെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് സൂപ്പറായിരുന്നു. പക്ഷെ താൻ അതിനകത്ത് മുളകിട്ട് എന്റെ സകല മൂടും പോയി. ഞാൻ ഒരു നിമിഷം ഉണ്ണിയേട്ടൻ കിടക്കുന്ന കട്ടിലിനരികിൽ വന്ന് കിടന്നു. ഇനി നമ്മൾ എപ്പോഴാ ഇങ്ങനെ ഒന്ന് കിടക്കുക, ഇതുപോലെ ഒന്ന് പിണങ്ങുക? ഉണ്ണിയേട്ടൻ എന്നെ മിസ് ചെയ്യോ? എന്താ താൻ വിളിച്ചേ? ഉണ്ണിയേട്ടാ ഇന്ന്? ആദ്യമൊക്കെ എന്റെ പേര് പോലും അറിയാത്ത ഒരാളായിരുന്നു. അത് ഉണ്ണിയേട്ടനും അതുപോലെ തന്നെയല്ലേ. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ബബ്ബ അടിച്ചത് ഞാനും കണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയേട്ടന്റെ മുഖത്തൊരു ചമ്മല് കണ്ടപ്പോ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട അതേ മുഖം. ഉണ്ണിയേട്ടാ, ഞാൻ അടുക്കളയിലേക്ക് പോവാ. ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കണ്ടേ? ഞാൻ പെട്ടെന്നിറങ്ങി അടുക്കളയിലേക്ക് പോയി. എനിക്ക് അത്രയും നേരം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആ ഒരു നിമിഷം ഉണ്ണിയേട്ടന് വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചു. എല്ലാം ശ്രദ്ധിച്ചു. ഉപ്പും മുളകും എല്ലാം പാകത്തിന് മാത്രം ഇട്ടു. റെഡിയാക്കി ടേബിളിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോഴും എന്റെ മനസ്സിൽ വീണ്ടും ഒരു വിഷമം വന്നു തുടങ്ങി. നാളെ മുതൽ ഉണ്ണിയേട്ടൻ ഇവിടെ ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്തോ എന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുടങ്ങി. ഞാൻ വാഷ്റൂമിൽ പോയി കണ്ണ് വാഷ് ചെയ്തപ്പോ അമ്മ അവിടേക്ക് വന്നു. മോള് വിഷമിക്കണ്ട, അവൻ ഇടയ്ക്ക് ജോലിയുടെ കാര്യത്തിന് പുറത്ത് പോവേണ്ടതായിട്ടുണ്ട്. കുറച്ച് മാസമല്ലേ ഉള്ളൂ, മോൾ അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ അമ്മ അപ്പുറത്തേക്ക് പോയി. എന്റെ ഉള്ളിൽ സങ്കടം വന്നാലും ഉണ്ണിയേട്ടനെ സന്തോഷത്തോടെ യാത്രയാക്കണം. എന്റെ കണ്ണുകൾ നിറയാൻ പാടില്ല. ഞാൻ കരഞ്ഞാൽ ചിലപ്പോൾ ആ മനുഷ്യൻ സഹിച്ചെന്ന് വരില്ല. ഉച്ചഭക്ഷണം കഴിക്കാൻ ഉണ്ണിയേട്ടനെ വിളിച്ചുകൊണ്ട് നിർത്തി. കൂടെ അമ്മയുണ്ടായിരുന്നു. അമ്മ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റപ്പോ ഞാൻ ഉണ്ണിയേട്ടനെ തോണ്ടി വിളിച്ചു.
ഉണ്ണിയേട്ട പ്ലീസ് ഒന്ന് മാറി തരുമോ? ഉണ്ണിയേട്ടൻ അമ്മ വരുന്ന നോക്കി ഒരു പിടി ചോറ് വാരി എന്റെ വായിൽ വെച്ച് തന്നു. അതുവരെ ഞാൻ കഴിച്ചതിൽ നിന്നും ഒരു വ്യത്യസ്തമായൊരു രുചി. എന്തോ കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ട് വരുമ്പോ അമ്മ വാരിത്തരുമ്പോ കിട്ടുന്ന പോലെ ഒരു ഫീല്. വിവാഹം കഴിഞ്ഞ ഏതൊരു പെണ്ണിനും പിന്നീട് പ്രതീക്ഷ എന്ന് പറയുന്നത് തന്റെ ഭർത്താവാണ്. അമ്മ, അച്ഛൻ, കുട്ടികൾ അവരെല്ലാം അവരുടേതായ വഴിയിലേക്ക് പോകും. പിന്നീട് നമ്മളെ ചേർത്ത് പിടിക്കാൻ സ്വന്തം ജീവനിൽ പാതിയല്ലാതെ മറ്റാരാണുള്ളത്? ഞാൻ ഏട്ടന്റെ പാത്രം എടുത്ത് കിച്ചണിലേക്ക് പോയി. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ഇനി ഏട്ടന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങണം. സാധനം വാങ്ങാൻ പോകുമ്പോ ഏട്ടനൊപ്പം ബൈക്കിൽ കയറിയപ്പോ ഞാൻ അല്പം കൂടി ഒന്ന് ചേർന്നിരുന്നു. മുൻപ് ഞാൻ ഒരു അടി അകലം പാലിച്ചായിരുന്നു ഇരിക്കാറ്. ഇന്ന് ഏട്ടന്റെ തോളിൽ കൈവച്ച് സ്വല്പം ചാരിയിരുന്നു. ടൗണിലെത്തി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിറങ്ങിയപ്പോ ഞാൻ ഏട്ടന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. വിവാഹശേഷം തന്റെ ഭർത്താവിന്റെ കൈപിടിച്ച് നടക്കുക എന്ന് പറയുന്നത് ഏതൊരു പെണ്ണിന്റെയും ഒരു ആഗ്രഹം തന്നെയാണ്. ഏട്ടന് വേണ്ട സാധനങ്ങൾ എടുക്കുന്നതിൽ ഞാൻ മുൻപന്തിയിൽ തന്നെയായിരുന്നു. എനിക്കിഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഓരോന്നായി ഞാൻ പെറുക്കി വെച്ചു. കൂട്ടത്തിൽ ഏട്ടന് ചേരുന്ന കുറച്ച് ഷർട്ടും പാൻസും വാങ്ങിച്ചു വെച്ചു. ഇനി അവിടെ ചെന്നാൽ വേറെ ഒന്നും വാങ്ങിക്കണ്ടല്ലോ. ആ ഒരു സമയത്തായിരുന്നു ഒരു കുഞ്ഞു കുട്ടിയുടെ പാവ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കുറുമ്പ് കാണിക്കുന്ന ഒരു കുഞ്ഞു കുട്ടി. അത് കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. ഒരുപക്ഷെ അത് വേണമെന്ന് ഉണ്ണിയേട്ടനോട് പറഞ്ഞ ചിലപ്പോൾ എന്നെ കളിയാക്കും. എങ്കിലും അത് വേണം എന്നുള്ളൊരു കൊതി കൊണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു. അത് വാങ്ങിച്ച ശേഷം ഏട്ടന് തന്നെ കൊടുത്തു. കാണാതെ ഇരിക്കുന്ന സമയങ്ങളിൽ എന്നെ ഓർക്കാൻ വേണ്ടി മാത്രം. ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ രാത്രിയായിട്ടുണ്ട്. ഇന്നലെ പെയ്ത മഴ വീണ്ടും ഒന്നുകൂടി തകർത്ത് പെയ്യാൻ തുടങ്ങി. ഇനി നിന്നാൽ രക്ഷയില്ലെന്ന് കണ്ടപ്പോ ഞാൻ ഏട്ടനൊപ്പം മഴയിൽ കുളിച്ച് യാത്ര തുടങ്ങി. മഴയത്ത് യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. മഴത്തുള്ളികൾ ചെറുതായി നമ്മുടെ ശരീരത്തിലേക്ക് വീഴുമ്പോൾ ആ ഒരു തണുപ്പ് അനുഭവപ്പെടും. ആ ഒരു സമയം ഇഷ്ടപ്പെട്ട ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു തണുപ്പിന് ഒരു ചൂട് കൂടി ഉണ്ടാകും. ഒരുപക്ഷെ സ്നേഹിക്കുന്ന രണ്ട് ഇണകൾക്ക് വേണ്ടി പ്രകൃതി തരുന്ന ഒരു വരദാനമാണ് മഴ. മഴ ഉറച്ചു പെയ്യുമ്പോ ഞാൻ ഉണ്ണിയേട്ടന്റെ തലയിൽ കൈവച്ചങ്ങനെ പിടിച്ചു. ഇനി മഴ നനഞ്ഞ് പനി പിടിച്ചാ നാളെ പോകാനുള്ളതല്ലേ. മഴ നനഞ്ഞ് വീട്ടിലെത്തിയപ്പോ അമ്മ സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരെയും കണ്ട സമയത്ത് തന്നെ ചീത്ത പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. അകത്തേക്ക് കയറിപ്പോയി അമ്മ തിരിച്ചു വന്നപ്പോ കയ്യിൽ 2 തോർത്തും ഉണ്ടായിരുന്നു. ഞാൻ നന്നായി തല തോർത്തി. അമ്മയൊന്ന് മാറിക്കഴിഞ്ഞപ്പോ ഉണ്ണിയേട്ടൻ തല ഞാനായിരുന്നു തോർത്തി കൊടുത്തത്. എല്ലാം കഴിഞ്ഞ് മുറിക്കുള്ളിലേക്ക് കയറുമ്പോ എന്റെ മുഖത്തൊരു വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമം ചിലപ്പോ അങ്ങനെയാണ്. യാത്ര പറയുന്ന ദിവസത്തിന് മുമ്പേയുള്ള രാത്രി. ആ രാത്രി ചിലപ്പോൾ മനസ്സും ശരീരവും ശൂന്യമായിരിക്കും. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്നും പറയാനില്ല. ഞാൻ ഉണ്ണിയേട്ടന്റെ മുഖത്തേക്ക് കുറച്ചു സമയം നോക്കി നിന്നു. ആ മുഖത്ത് ചെറിയൊരു ദുഃഖം ഞാൻ കാണുന്നുണ്ട്. എന്തോ ഒരുപക്ഷെ എന്നെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി ചിരിച്ചു നിൽക്കുന്നു എന്ന് മാത്രം. ലൈറ്റ് ഓഫ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കിടന്നു. രണ്ടുപേരും ഒരുപോലെ തന്നെ മേൽപോട്ട് നോക്കി. അങ്ങനെ എന്നും രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കിടക്കുന്നവർ അന്നത്തെ രാത്രിയിൽ മൗനമായി തന്നെ അങ്ങനെ കിടന്നു. ഉണ്ണിയേട്ടൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോ ഞാൻ എന്റെ കൈകൾ കൊണ്ട് ഒന്ന് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ആ താടിയിൽ മെല്ലെ മെല്ലെ തടവാൻ തുടങ്ങി. ഞാൻ താടിയിൽ തടവുമ്പോ ഉണ്ണിയേട്ടൻ എന്റെ കൈവിരലുകളിൽ ഒരു ചെറിയ കടി തന്നു. ഞാൻ പെട്ടെന്ന് എന്റെ കൈ പിടിച്ച് വലിച്ചു. എനിക്ക് വേദനിച്ചു കേട്ടോ. വേദനിച്ചോ? ഉണ്ണിയേട്ടൻ കൈ പെട്ടെന്ന് എന്റെ ചുണ്ടിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിലൊന്ന് തിരിച്ചു കടിച്ചോളാൻ. അത് കേട്ട സമയത്ത് തന്നെ ഞാൻ മെല്ലെ വേദനിപ്പിക്കാതെ ഒരു ചെറിയ കടിയും കടിച്ചു. അങ്ങനെയല്ല, ഇത്തിരി നല്ലപോലെ കടിക്ക്. ഞാൻ കുറച്ചുകൂടി നന്നായി ആ ഒരു നിമിഷം ഒന്നുകൂടി ഒരു കടി കൊടുത്തു. ഓർത്തിരിക്കാൻ ചിലപ്പോ ഇങ്ങനെയുള്ള വേദനകളും നല്ലതാ. അത് തനിക്കിപ്പോ പറഞ്ഞ മനസ്സിലാവില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും. എനിക്ക് അന്നത്തെ ദിവസം തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ണിയേട്ടന്റെ തോളിൽ തലവെച്ച് അങ്ങനെ കിടന്നുറങ്ങി. ഉണ്ണിയേട്ടൻ ആ ഒരു സമയം എന്റെ തലയിൽ വിരലോടിക്കുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ നേരം വെളുത്തപ്പോ എനിക്കെന്തോ നെഞ്ചിലൊരു ഭാരം പോലെ, എന്തോ എന്നെ വിട്ടു പോകാൻ പോകുന്ന പോലെ. അതേസമയം മുറിയിൽ ജനാലക്കരികിലായി 2 കിളികൾ വന്നിരിക്കുന്നു. അതിൽ ഒന്ന് പറന്നു പോവുകയും കൂടെയുള്ളത് അതിന്റെ ഒപ്പം തന്നെ പറന്നു പോവുകയും ചെയ്തു. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ചിന്ത കൂടിയുണ്ട്, തന്റെ ഇണയെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഞാൻ എഴുന്നേറ്റ് ഉണ്ണിയേട്ടനെ വിളിച്ചുണർത്തി. ഉണ്ണിയേട്ടാ, വാ, എഴുന്നേക്ക്, എയർപോർട്ടിൽ പോണ്ടേ? നേരെ ഒരുപാടായി, ഇനി എപ്പോഴാ റെഡിയാവുന്നേ? ശേഷം ഞാൻ പോയെന്ന് ഫ്രഷായിട്ട് വന്നു. അമ്മയോടൊപ്പം അടുക്കളയിലെ കാര്യങ്ങളെല്ലാം നോക്കി. ആ ഒരു നിമിഷം വരെ സൈലന്റായി നിന്ന് ഞാൻ പെട്ടെന്ന് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്റെ തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിനിടയിൽ ഉണ്ണിയേട്ടൻ പോകുവാണ് എന്നുള്ള ചിന്ത പോലും ഞാൻ മറന്നുപോയി. ഉണ്ണിയേട്ടന്റെ സാധനങ്ങളെല്ലാം ഞാൻ തന്നെ പാക്ക് ചെയ്ത് കൊടുത്തു. കൂട്ടത്തിൽ എന്തെങ്കിലും മറന്നു പോകുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. ചിലപ്പോ പെട്ടെന്നുള്ള ഓട്ടത്തിനിടയിൽ പല സാധനങ്ങളും ഞാൻ മറന്നു വെക്കാറുണ്ട്.
ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ണിയേട്ടനോട് ചോദിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടാ ഞാൻ എന്തെങ്കിലും മറന്നോ എന്ന് നോക്കണേ. അതൊന്നും കുഴപ്പമില്ല, പാസ്പോർട്ടും വിസയും പിന്നെ ടിക്കറ്റും ഉണ്ടായാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ആ പറഞ്ഞ സാധനങ്ങളെല്ലാം എടുത്ത് ബാഗിൽ നിരത്തി കൊണ്ടുവച്ചു. ഇനി ഉണ്ണിയേട്ടനെ യാത്ര അയക്കാനുള്ള ഓട്ടമാണ്. ഞാനും അമ്മയും ഉണ്ണിയേട്ടനും പിന്നെ തൊട്ടടുത്തുള്ള ഒരു ഡ്രൈവർ ചേട്ടനും ആയിരുന്നു ഉണ്ടായിരുന്നത്. അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ ഉണ്ണിയേട്ടനെ എന്റെ കൂടെ ബാക്കിൽ പിടിച്ചിരുത്തി. എന്നിട്ട് അമ്മ മുൻപിലെ സീറ്റിലും. യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ണിയേട്ടന്റെ കൈ പിടിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു. എന്റെ തല മെല്ലെ ആ തോളിലേക്ക് സ്വല്പം ചാരി. എന്തോ ആ ഒരു ചൂട് എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. അതൊന്നുകൂടി ആലോചിച്ചപ്പോ ഞാൻ ആ കൈകൾ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. എയർപോർട്ട് എത്തുമ്പോൾ എന്റെ നെഞ്ചൊന്നു പിടഞ്ഞു. ആ ഒരു നിമിഷം കാറിൽ വെച്ച് ഉണ്ണിയേട്ടന്റെ കവിളിൽ ഒരു ചുംബനം കൊടുത്തു. അത് തിരിച്ചു കിട്ടുന്നവരെ ഞാൻ സ്വല്പം കാത്തിരുന്നു. എന്നെ ഒട്ടും മുഷിപ്പിക്കാതെ എന്റെ കവിളിലും അതേപോലെ ഒരു ചുംബനം തിരികെ തന്നു. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞങ്ങളുടെ കൈകൾ പരസ്പരം ചേർത്ത് പിടിച്ചു. ബോർഡിംഗ് സമയമായപ്പോ ഉണ്ണിയേട്ടൻ പതുക്കെ എന്റെ കൈകൾ വിട്ടു. എന്റെ ശരീരം അപ്പോൾ തന്നെ തളർന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. ആ ഒരു സാന്നിധ്യം എനിക്ക് നഷ്ടപ്പെടുന്നു. ഉണ്ണിയേട്ടൻ അകത്തേക്ക് കയറി കൈ കാണിക്കുന്നതുവരെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അകത്തേക്ക് കയറി ആ ഒരു കണ്ണാടിയിൽ കൂടി എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. വാ മോളെ, നമുക്ക് പോകാം. അമ്മ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നിലിരിക്കുമ്പോ എന്റെ കൂടെ അമ്മയുണ്ടായിരുന്നു. ആ ഒരു നിമിഷം മനസ്സുകൊണ്ട് ഏകാന്തത അനുഭവിക്കുന്നുവെങ്കിലും അമ്മ എന്തേലുമൊക്കെ ചോദിക്കുമ്പോഴും പറയുമ്പോഴും ഞാൻ ഹാപ്പിയായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ വേദന അനുഭവിച്ചത് എയർപോർട്ടിൽ വെച്ചോ കാറിൽ വെച്ചോ ഒന്നും തന്നെയല്ല, തിരികെ വീട്ടിലെത്തി റൂമിലേക്ക് കയറിയപ്പോഴാണ്. അതുവരെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ണിയേട്ടൻ ഇല്ല എന്നറിയുമ്പോൾ അത് വല്ലാത്തൊരു പെയിൻഫുൾ മൊമെന്റ് തന്നെയായിരുന്നു. ഉണ്ണിയേട്ടൻ യൂസ് ചെയ്തിരുന്ന ആ ഒരു പെർഫ്യൂമിന്റെ മണം, ഉണ്ണിയേട്ടന്റെ ശരീരത്തിന്റെ മണം, ഇതെല്ലാം ആ ഒരു നിമിഷം തന്നെ എനിക്ക് മിസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആ ഒരു നിമിഷം വാവിട്ട് പൊട്ടിക്കരഞ്ഞു. എന്തോ ആ ഒരു നിമിഷത്തിന് പ്രത്യേക ഒരു വേദന തന്നെയാണ്. ശരിക്കും 2-3 വർഷങ്ങളിൽ ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന പ്രവാസികളായ ഭാര്യമാർക്ക് മുന്നിൽ കൈകൂപ്പി തൊഴാൻ പോലും എനിക്ക് തോന്നി. ഒരുപക്ഷെ അവർ അനുഭവിക്കുന്ന വേദന ഏറ്റവും കാഠിന്യം നിറഞ്ഞത് തന്നെയാണ്. പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ഒരാൾക്കോ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അന്നത്തെ ദിവസം രാത്രിയോട് അടുത്തപ്പോൾ പോലും ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നു, ഉണ്ണിയേട്ടന്റെ കോള് പ്രതീക്ഷിച്ച്. അന്നത്തെ ദിവസം 11 മണിയായപ്പോൾ ഉണ്ണിയേട്ടന്റെ കോൾ എന്റെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് കോൾ അറ്റൻഡ് ചെയ്തു. എന്തോ എനിക്കൊന്നും തന്നെ സംസാരിക്കാൻ തോന്നിയില്ല. എടോ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്, പിന്നെ എല്ലാവരും ഉണ്ട് കൂടെ. റൂമിലെത്തിയിട്ട് ഞാൻ വിളിക്കാം. താൻ കഴിച്ചായിരുന്നോ? തനിക്ക് ഉറക്കം വരുന്നേ കിടന്നോ? വേണ്ട, റൂമിലെത്തിയിട്ട് വിളിക്കേ, എന്നിട്ട് ഞാൻ കിടന്നോളാം. ശേഷം ഫോൺ കട്ട് ചെയ്ത് ഉണ്ണിയേട്ടൻ റൂമിലെത്തുന്നവരെ ഞാൻ കാത്തിരുന്നു. അത്രയും നേരം മനസ്സിന്റെ ആഴങ്ങളിൽ കത്തിയെരിഞ്ഞൊരു തീ മെല്ലെ കുറഞ്ഞിട്ടുണ്ട്. മുൻപ് ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ സാന്നിധ്യം മാത്രം മതി ഏതൊരാളുടെയും ചൂട് മാറാൻ എന്ന പോലെ. ഉണ്ണിയേട്ടന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ എന്റെ കത്തിയെരിയുന്ന മനസ്സിന്റെ തീ പെട്ടെന്ന് കുറയുന്നത് പോലെ തോന്നി. ഞാൻ ആ ഒരു തലേണ ഒന്ന് മുറുകെ കെട്ടിപ്പിടിച്ചു. നമ്മുടെ മനസ്സിൽ മിസ്സിംഗ് എന്ന് പറയുന്നതിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചേർത്ത് പിടിക്കുന്ന തലേണ പോലുള്ള വസ്തുക്കൾക്കറിയാം. ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ എന്തോ പോലെ ഞാൻ റൂമിനുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരതി നടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ എന്റെ ഫോൺ വീണ്ടും റിങ് ചെയ്യുന്നു. അത് ഉണ്ണിയേട്ടനായിരുന്നു. ഏട്ടാ, റൂമിലെത്തിയോ? എത്തി, കുഴപ്പമൊന്നുമില്ല. ഇവിടെയെല്ലാം ഓക്കെയാണ്, താൻ വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കഴിയും. ചിലപ്പോ 2 മാസം വേണ്ടി വരില്ല. ഉണ്ണിയേട്ടാ, എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്തായെന്ന് വെച്ചാൽ തീർത്തിട്ട് വേഗം പോരെ. സംസാരിച്ച് തീരുന്നതിന് മുമ്പേ അവിടെ ആരോ വിളിച്ചു. ഫോൺ കട്ട് ചെയ്തു. എന്തോ ആ ഒരു നിമിഷം എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു ശബ്ദം കേട്ടപ്പോ, പെട്ടെന്ന് വരാം എന്ന് പറയുന്നത് കേട്ടപ്പോ ഞാനൊന്ന് ദീർഘശ്വാസം വിട്ടു. എന്റെ കണ്ണുകൾ മെല്ലെ അടയ്ക്കാൻ ശ്രമിച്ചു. ഉറങ്ങി വരുന്ന സമയങ്ങളിൽ പോലും ഉണ്ണിയേട്ടന്റെ അടുത്തുള്ള സമയത്തുണ്ടായിരുന്ന ആ ഒരു ഓർമ്മകൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ആളിപ്പടർന്നു. ഉണർന്നു നോക്കുമ്പോ അടുത്ത് ഉണ്ണിയേട്ടൻ ഇല്ല എന്ന് കാണുമ്പോ എന്റെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങും. സാങ്കല്പികതയും യാഥാർത്ഥ്യം തമ്മിൽ മറ്റൊരു ബന്ധമുണ്ട്. സങ്കല്പിക്കുമ്പോൾ ആ ഒരാൾ നമ്മുടെ അടുത്തുണ്ട് എന്ന് സങ്കല്പിക്കുകയും അത് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അതൊരു ഓർമ്മ മാത്രമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് എന്തിനേക്കാളും വലിയൊരു നിരാശ തന്നെയാണ്. ആ രാത്രിയെ ഉറങ്ങിയും ഉറങ്ങാതെയും ഞാൻ നേരം വെളുപ്പിച്ചു. അതിരാവിലെ അമ്പലത്തിലൊന്ന് പോകണമെന്ന് ആഗ്രഹിച്ച് രാവിലെ തന്നെ ഇറങ്ങി. എന്തോ വീട്ടിലൊറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ എന്തോ പോലൊക്കെ തോന്നുന്നു. എന്റെ ജീവിതത്തിൽ ഈശ്വരഭക്തി തീരെയില്ലായിരുന്നു ഞാൻ. മനസ്സിന്റെ സമാധാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് അമ്പലങ്ങൾ മാത്രം. ഓരോ നിമിഷങ്ങളിലും മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ മറ്റെന്തിനേക്കാളും നല്ലത് ഇതുപോലെയുള്ള ചില കാര്യങ്ങളാണ്. ആദ്യം ഞാൻ പോയത് വീടിനടുത്ത് തന്നെയുള്ള ഉണ്ണിയേട്ടന്റെ കുടുംബക്ഷേത്രത്തിലേക്കാണ്. തൊഴുതിറങ്ങുമ്പോൾ പരിചയമുള്ള ഒരു മുഖം ഞാൻ കണ്ടു.
ഞാൻ ആ ഒരാളെ കുറച്ച് സമയം നോക്കി അങ്ങനെ നിന്നു. ഈ ഒരു കഥയുടെ ബാക്കി ഈ ഒരു ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.